മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇതുവഴി പോകുമ്പോൾ ചോറും വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അമ്മേനെ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ അമ്മയടുത്ത് നമുക്ക് പോയിട്ട് ഒരു ചോറ് തരുമോ എന്ന് ചോദിച്ചു നോക്കാം. ഒരു ബിരിയാണി തരുമോ? പിന്നെ തന്നാ മതിയാ? ജോലിക്ക് കേൾക്കണേ. ചിക്കനാ ബീഫില്ലേ? ഒരെണ്ണം കൂടെ കഴിക്കാൻ തരുമോ? കുറേ നേരമില്ലേ, ഒരു ഊണ് തന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയി കഴിക്കായിരുന്നു. ഒരു ഊണ് തരുമോ? ഒരു ഊണ് എനിക്ക് തരുമെന്ന്. പൈസ ഇല്ല. പൈസ ഇല്ല, ഒരു ഊണ് തരുമോ? താ ഒരു ഊണ് എടുത്തോട്ടാ. കുറേ നേരമായി ചോദിക്കല്ലേ, വിശക്കണുണ്ടോ ചോദിച്ച്. അപ്പോൾ ഊണ് തരുമോ? 15 ചോറ് തന്നു വിടും. അപ്പോൾ 15 എണ്ണം വിറ്റതിൻ്റെ പൈസ കൊടുക്കണമല്ലേ? അങ്ങനെ ഒരെണ്ണെടുത്ത് കൊടുക്കാനും പറ്റൂല. അപ്പോൾ ഇത് അമ്മയ്ക്ക് അല്ല, അമ്മയ്ക്ക് ഇവിടുന്ന് കഴിക്കാൻ കൊണ്ട് തരൂലേ അവര്? ഇതിന്ന് എടുക്കൂല. ഒന്ന് കൊടുത്താൽ കയ്യിൽ നിന്ന് നമ്മൾ പൈസ കൊടുക്കണമല്ലേ? തന്നെ 5 ഊണ് ഇരുന്നിട്ടാണ് എനിക്കൊരു ഊണ് തരാത്തത്. ഈ അമ്മ ശമ്പളത്തിന് നിൽക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് ഒരു ഊണെടുത്ത് എനിക്ക് തന്നു കഴിഞ്ഞാൽ എന്തായാലും ശമ്പളത്തിൽ നിന്ന് പിടിക്കുക. അതുകൊണ്ടാണ് തരാത്തത്. പിന്നെയും 10-100 വട്ടം ചോദിച്ച് ഗതിയില്ലാതെ തന്നപ്പോൾ പിന്നെ ഒരെണ്ണം എടുത്ത് ഇങ്ങ് തന്നു. കൊണ്ടുപോയി പൈസ ഇല്ല, ഞാൻ പിന്നെ കൊണ്ടുവരാം. പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുവരാമേ, പോട്ടാ. അപ്പോൾ എന്തായാലും തന്ന സ്ഥിതിക്ക് നമുക്ക് ഈ അമ്മേരെ എല്ലാ ഊണൊന്ന് മേടിക്കാം. ചെറിയ ശമ്പളത്തിന് ജോലിയായതുകൊണ്ട് തന്നെ ഒരു ഊണ് പോയി കഴിഞ്ഞാൽ അത്രയും പൈസ പോവുകയാണ്. ഈ അമ്മ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ഊണ് വേണമെങ്കിലും തരാമെന്നാ പറഞ്ഞത്. ബാക്കി അമ്മ വെച്ചോ. ഈ ചോറിഞ്ഞ് അമ്മ ഇവിടെ ആർക്കെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ആര് വരണം നോക്കാം. വാടകയ്ക്കാണ് അങ്ങനെ പൈസ അമ്മയ്ക്ക് തന്നെയാണ്. തിരിച്ചമ്മ പൈസ തരണ്ട, അത് അമ്മയ്ക്ക് തന്നെ. മഴ നനഞ്ഞോണ്ടൊക്കെ കുടയും പിടിച്ച് നിൽക്കണ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ഇത് തോന്നിയത്. എത്ര വിശന്നിരുന്നാലും അവിടെ പോയിട്ട് കഴിക്കും. എനിക്ക് സന്തോഷമായി. ഇതിനാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. നമ്മൾ ദൂരെ നിന്ന് വീഡിയോ എടുക്കായിരുന്നു. അതാ അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് എത്ര 60 വയസ്സ് കഴിഞ്ഞാൽ ആരെ മുന്നിലും കൈ നീട്ടാതെ ഒരു ജോലിയാണ് ചെയ്ത് ജീവിക്കുന്നില്ല. അത് വലിയ കാര്യമാണ്. അല്ല, നമുക്ക് ആരും ഒന്നും കൊണ്ടുവരില്ല. പൈസ ചോറ് കഴിച്ചാ പരിപാടി ഫിനിഷ്. അങ്ങനെ വിജയലക്ഷ്മി അമ്മയ്ക്ക് നമ്മൾ നല്ലൊരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മളങ്ങ് ഇറങ്ങി. താരം പതിപ്പിച്ച കൂടാരം രാവിൽ